അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇവിടെ ഈ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ വീണ വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഇവരെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസ്സിന് എങ്ങനെ ഇക്കാര്യത്തിൽ നിന്ന് തലയൂരാൻ കഴിയും? അവരും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ പറയുന്ന അത് രാഷ്ട്രീയ നേതാക്കൾ സ്വാഭാവികമായും എല്ലാവരിൽ നിന്നുമൊക്കെ സംഭാവന വാങ്ങും. പക്ഷേ വീണ വിജയൻ അങ്ങനെയല്ല, നൽകാത്ത സേവനത്തിൻ്റെ പേരിലാണ് ഈ പണം വാങ്ങിയതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ എന്ത് സേവനമാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തത്? അതുകൂടി പുറത്തു വരേണ്ടതല്ലേ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ? അതിൻ്റെ ഒരു വശം എന്താ അറിയോ, ഇത്രയും ദീർഘമായ ഒരു കാലം കേരളത്തിലെ ഒരു വലിയ പ്രകൃതി വിഭവത്തെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് സ്വന്തമാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് ഊറ്റിയെടുക്കാൻ അവിടുത്തെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ ഒരു സമൂഹത്തിന്റെ ജീവിതം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത് എന്താ പറയാ ഇത് ചൂഷണം ചെയ്ത് ഇത് കടത്തിക്കൊണ്ടുപോയി ഇതിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ കഴിഞ്ഞ ഒരു 25 വർഷമായി മാറി മാറി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ മൗനാനുവാദം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇതില് 2016 കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ ഗുരുതരമായ തെറ്റെന്താന്ന് വെച്ചാൽ ആ സമയത്താണ് കേന്ദ്ര സർക്കാർ ഇതിനൊരു വിലക്ക് ഏർപ്പെടുത്തിയത്. ആ വിലക്ക് ഉണ്ടായിട്ടും തുടർന്നു എന്നുള്ളതാണ് 2016 ശേഷം നടന്ന സംഭവങ്ങളിൽ കൂടുതൽ എന്താ പറയാ പിന്നെ ഈ ഒരു ഗുരുതരമായ ഒരു അവസ്ഥ കൈവരുന്നത്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം, അതായത് കഴിഞ്ഞ തവണ നമ്മൾ ജനം ചർച്ച ചെയ്തപ്പോൾ ആ ചർച്ച ചെയ്തതിന് ശേഷം ഞാൻ അന്ന് അവിടെ ആ ചർച്ചയിൽ പങ്കെടുത്ത ഇതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ഇവിടെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഒരു പത്രപ്രവർത്തകനുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു വളരെയധികം റിസർച്ച് ചെയ്ത ഒരാൾ അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഒരു പർട്ടിക്കുലർ ക്ഷേത്രത്തിന്റെ മേക്കാട്ടിൽ ക്ഷേത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള കരയുടെ ശോഷണം, അതായത് അമ്പലത്തിന്റെ ഏതാണ്ട് എന്താ പറയാ ചുറ്റുമതില് വരെ കടൽ എത്തിക്കഴിഞ്ഞു. അപ്പോ കാരണം അമ്പലത്തിന്റെ ആ അതിർത്തിയിൽ നിന്നും 200 മീറ്ററോളം മാറിയിട്ടുണ്ടായിരുന്ന കടല് അമ്പലത്തിന്റെ മതിൽ വരെ എത്തിക്കഴിഞ്ഞു. ഈ രീതിയിലുള്ള അതിഗുരുതരമായ ഒരു എന്താ പറയാ ഒരു ചൂഷണമാണ് അവിടെ നടന്നത്. ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേരളത്തിൽ കഴിഞ്ഞ 25 വർഷമായി മാറി മാറി ഭരിച്ചവർ ഉത്തരം പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായി പാർട്ടിക്ക് ഫണ്ടിലേക്ക് സംഭാവന തന്നാണ്, അതിലെന്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരു വലിയ തെറ്റുള്ളത്. അതിന് പകരമായി എന്താണ് ഇവിടെ സംഭവിച്ചത്? അതിന് പകരമായി സംഭവിച്ചത് അതിഗുരുതരമായ ഒരു എന്താ പറയാ കേരളത്തിന്റെ തീരദേശ മേഖലയിൽ ഒരു വലിയ എക്സ്പ്ലോയിറ്റേഷൻ, വലിയൊരു ചൂഷണമാണ് സംഭവിച്ചത്. അപ്പൊ അതാണ് ഈ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ഗുരുതരാവസ്ഥ. പിന്നെ പിണറായി വിജയന്റെ മകള് പെടാൻ കാരണം എന്താന്ന് വെച്ചാൽ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് അതിസാമർത്ഥ്യം. അവര് ഈ സംഭാവന വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, അത് ക്ലീഷയാവും എന്ന് വിചാരിച്ചിട്ട് അവരൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കി. ആ കമ്പനിക്ക് സേവന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സേവനത്തിനുള്ള പ്രതിഫലമായി തന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങനെയാണെങ്കിൽ അതിലെവിടെയാ മണി ലോണ്ടറിങ് വരിക? അത് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണല്ലോ, ബാങ്കിലൂടെ കൊടുത്തതാണല്ലോ. അങ്ങനെ കൊടുത്താൽ ഇതൊക്കെ ആരാ ഇവരോട് പറഞ്ഞത്? ഈ ബാങ്കിലൂടെ ഓൺലൈൻ ട്രാൻസ്ഫർ നടത്തിയാൽ അല്ലെങ്കിൽ NEFT നടത്തിയാൽ RTGS നടത്തിയാൽ ആ പൈസ മണി ലോണ്ടറിങ്ങിന്റെ ഡെഫിനിഷനിൽ വരില്ല എന്നൊക്കെ ആര് പറഞ്ഞതാ? നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന ചോദ്യമാണ്. അത് എന്തിനു കിട്ടി? അതായത് നിങ്ങൾ എന്ത് പണിയെടുത്തിട്ടാണ് ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയത് എന്നതാണ് ചോദ്യം. അല്ലാതെ നിങ്ങൾക്ക് ക്യാഷായിട്ട് കിട്ടിയോ, ഓൺലൈനായിട്ട് കിട്ടിയോ, അത് NEFT ആണോ, ഗൂഗിൾ പേ ആണോ, ഓൺലൈൻ ട്രാൻസ്ഫർ ആണോ, ഇതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് എന്തിനാണ് ഈ പൈസ വന്നത്? ആ ചോദ്യത്തിന് കൃത്യമായി, അതായത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു വിശദീകരണം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ആ ട്രാൻസ്ഫർ, ആ പൈസയുടെ കൈമാറ്റം സംശയകരമാവും. അവിടെയാണ് പിണറായി വിജയനും ഈ വീണ വിജയനൊക്കെ ഇപ്പൊ പെട്ടിരിക്കുന്നത്. കാരണം അവര് വളരെ ലാഘവത്തോടെയാണ് ഇത് പറഞ്ഞത്. ആദ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ആദ്യം ഈ ഇൻകം ടാക്സിന്റെ ഈ സെറ്റിൽമെന്റ് ഓർഡർ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ ഭാഗം കേട്ടിട്ടില്ല.
ഞങ്ങളെ ഭാഗം കേൾക്കാതെയാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് എന്താ പറയാ, ജെനുവിനായ കൃത്യമായ ചെലവല്ല, ഇത് വേറെ എന്തോ ആവശ്യത്തിന് കൊടുത്ത പൈസയാണ്, അതുകൊണ്ട് ഇത് ചെലവായി കണക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിന് ഇൻകം ടാക്സ് അടച്ചേ പറ്റൂ എന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കാണ്ട പാസ്സാക്കിയ ഉത്തരവാണ്. പിന്നീടാണ് SFI അന്വേഷണം വരുന്നത്. SFI അന്വേഷണത്തിൽ ഇവരെ ഭാഗം കേട്ടല്ലോ, ഇവർക്ക് പറയാനുള്ളത് കേട്ടല്ലോ. ആ കേട്ടിട്ട് തൃപ്തി വരാതെ ആ പൈസ കിട്ടിയിരിക്കുന്നത് അനാവശ്യമായിട്ടാണ്, പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിനുമല്ല, അവിടെ ഒരു സേവനവും നടത്തിയിട്ടില്ല. കാരണം മൈക്രോസോഫ്റ്റിന്റെ പ്രോഗ്രാമാണ്. മൈക്രോസോഫ്റ്റിന്റെ പ്രോഗ്രാമിൽ സ്വകാര്യ കമ്പനി എന്ത് സർവീസ് ചെയ്യാനാണ്? അപ്പൊ അത് അങ്ങനെയാണ് SFI കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. SFIന്റെ കുറ്റപത്രം നിലനിൽക്കുകയാണ്. അതിൽ കുറെ ഹർജികൾ ഹൈക്കോടതിയിലും അവിടെ ഇവിടെയും ഹർജിയൊക്കെ കൊടുത്തിട്ട് അതിന്റെ വിചാരണയൊക്കെ ഇപ്പൊ തൽക്കാലം നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ED അന്വേഷണം നടക്കുകയാണ്. ED അന്വേഷണത്തിലും ഈ മണി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് ഒരു ബോണഫൈഡ് പർപ്പസ് അല്ല. അതായത് ഉത്തമമായ ഒരു തൊഴിലിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സേവനത്തിന് വേണ്ടിയോ ഉള്ള ഒരു പ്രതിഫലമല്ല, മറിച്ച് സംശയകരമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് മണി ട്രെയിൽ കണ്ടെത്തണമല്ലോ. കാരണം ഇവർക്ക് ഈ പൈസ അക്കൗണ്ടിലൂടെ വന്നു, ഇവരത് എന്ത് ചെയ്തു, ആർക്കൊക്കെ കൊടുത്തു, ഇവരിലൂടെ അത് എങ്ങോട്ട് പോയി, ഇതൊക്കെ കണ്ടെത്താൻ ഒരു എന്താ പറയാ ഡീപ്പായിട്ടുള്ള ഒരു അന്വേഷണം, വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് ഇവരുടെ ഹസ്ബൻഡ് ആണല്ലോ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഇതിന്റെ മണി ട്രെയിൽ കണ്ടെത്താനായിരിക്കാം. നമുക്കിപ്പോ അത്രേ ഊഹിക്കാനേ പറ്റുള്ളൂ, നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഏതായാലും ED അന്വേഷണം നടത്തട്ടെ, മണി ട്രെയിൽ കണ്ടെത്തട്ടെ, എന്നിട്ട് EDക്ക് അതിന്റെ കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുള്ളൂ, മണി ട്രെയിൽ കണ്ടെത്തിയാലേ സാധിക്കുള്ളൂ. ഈ മണി ട്രെയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമാണ്, ബാക്കിയുള്ളവർക്കാണ് കുഴപ്പമില്ലാത്തത്. വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട്, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് കൃത്യമായി ഒരു വിശദീകരണം കൊടുക്കാൻ രണ്ടു കൂട്ടർക്കും, പൈസ കൊടുത്ത ആൾക്കും സാധിച്ചിട്ടില്ല, പൈസ വാങ്ങിച്ച ആൾക്കും സാധിച്ചു. അതാണ് ED അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീടുകൾ റെയ്ഡ് നടക്കുമ്പോൾ എല്ലാ കാലത്തും LDF പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ തലസ്ഥാനത്തെ വസതിയിൽ അത്തരം റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ അവരെ തടഞ്ഞു വെക്കുകയും അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാനുള്ള ശ്രമവുമാണ് നടന്നത്. അതിൻ്റെ കേസുകളൊക്കെ വേറെ നടക്കുന്നുണ്ട്.